ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 6-ാം തിരുവചനം. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം ആദ്യമായി അനുഭവിച്ച സമയം ആ ശിഷ്യന്മാർക്ക് വേറെ ഉണ്ടായിരുന്നിരിക്കില്ല. ഇത്രയും കാലം തങ്ങളുടെ ഗുരുവിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ നടന്ന് അവനിൽ നിന്ന് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സദ്വാർത്ത കേട്ട് തങ്ങളുടെ എല്ലാമായ തങ്ങളെല്ലാം ഉപേക്ഷിച്ച് യേശു മെശിഹായാണ് എന്ന ബോധ്യത്തിൽ കൂടെ കൂടിയ ആ ശിഷ്യന്മാർ തങ്ങളുടെ ഗുരു ദൈവത്തിൽ നിന്നും ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ കണ്ട് ഇത്രയും കാലം ആശ്ചര്യപ്പെടുകയായിരുന്നു. യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും അവൻ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന തികഞ്ഞ ബോധ്യം ആ ശിഷ്യന്മാർക്ക് കൂടുതൽ നൽകുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ യേശുവിനെപ്പോലെ തങ്ങൾക്കും ദൈവരാജ്യത്തെപ്പറ്റി സുവിശേഷിക്കുവാൻ സാധിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, രോഗസൗഖ്യങ്ങൾ നൽകുവാൻ യേശുവിനെപ്പോലെ അവൻ്റെ നാമത്തിൽ തങ്ങൾക്കും കഴിയുന്നു എന്നതിൽ സന്തോഷിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാർ തങ്ങളുടെ എല്ലാമായ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ ഭംഗിയായി പ്രാവർത്തികമാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിൽ തിരിച്ചു വരുന്ന ശിഷ്യന്മാർ. 2000 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ ശിഷ്യന്മാരുടെ പദവി യേശുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിൽ പരിപൂർണമായും വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അർഹതപ്പെട്ടതാണ്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം എന്നില്ല ആ വലിയ ഗുരുവിൻ്റെ, ദൈവത്തിൽ നിന്നുള്ളവൻ്റെ ശിഷ്യനാകുവാൻ. തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട, തന്നോടൊപ്പം ജീവിച്ച പ്രിയരുടെ പ്രവൃത്തികൾ വിശുദ്ധ ലൂക്കോസ് കുത്തിക്കുറിച്ച് ഒരു പുസ്തകമായി നമ്മുടെ കയ്യിൽ തന്നപ്പോൾ ദ ബുക്ക് ഓഫ് ആക്ട്സിൽ, അപ്പോസ്തല പ്രവൃത്തികളിൽ 26 പ്രാവശ്യമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവൻ്റെ ശിഷ്യന്മാർ എന്ന് വിളിച്ചത്. എന്നാൽ കേവലം 2 പ്രാവശ്യമാണ് ക്രിസ്ത്യാനികൾ എന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് പഠിക്കുകയും ദൈവത്തിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുകയും ചെയ്യാതെ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ എത്രയോ നമ്മുടെ ഇടയിലും കാണാം, അല്ലേ? എന്നാൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ആകൃഷ്ടരായി തൻ്റെ ഉപദേശങ്ങളനുസരിച്ച് ദൈവവചനത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും അവർ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കരുണയും സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ സഹോദരനെ, ആ സഹോദരിയെ വിളിക്കാം യേശുവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ എന്ന്. അങ്ങനെയുള്ള ശിഷ്യന്മാരെ സ്വീകരിക്കുന്നവരും അങ്ങനെയുള്ള ശിഷ്യന്മാരെ സഹായിക്കുന്നവരെങ്കിലും ആയി തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.